ഞാൻ ആ കാറിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്കൊന്ന് കൈമാറാം. ഡോക്ടർ ഉമർ മുഹമ്മദിലേക്ക് ഈ കാർ എത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഹരിയാന രജിസ്ട്രേഷനിലുള്ള HR 26CE7674 എന്ന ഈ കാർ, പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കാർ എങ്ങനെയാണ് ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൈകളിലേക്ക് എത്തിയത്? എത്ര കൈകൾ മറിഞ്ഞാണ് എത്തിയിരിക്കുന്നത്? നോക്കൂ, ഈ കാർ ഇന്നലെ ഈ പുൽവാമ സ്വദേശിയായ താരിഖിന് കിട്ടുന്നത് ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള HR 26CE7674 എന്ന കാർ ആദ്യം വാങ്ങുന്നത് ഗുരുഗ്രാമിലെ ഒരു മുഹമ്മദ് സൽമാനാണ്. ഹരിയാനയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കാർ ആദ്യം വാങ്ങുന്നത് ഗുരുഗ്രാമിലെ മുഹമ്മദ് സൽമാനാണ്. അപ്പോൾ നോക്കൂ, ഇത് ഹരിയാനയിലേക്ക് ഈ കാർ രജിസ്റ്റർ ചെയ്യുന്നു. മുഹമ്മദ് സൽമാൻ ഈ കാർ ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്രയ്ക്ക് കൊടുക്കുന്നു. ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്രയ്ക്ക് ആദ്യ കൈമാറ്റം, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, മുഹമ്മദ് സൽമാനിൽ നിന്ന് ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്രയ്ക്ക്. ഈ ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്ര ഈ കാർ ഇവിടെ നിന്ന് വീണ്ടും ഹരിയാന സ്വദേശിയായ ഒരു നദീമിന് കൈമാറും. നദീം, ഹരിയാന സ്വദേശിയായ നദീമിന് കൈമാറും. നദീം ഈ കാർ ഫരീദാബാദിൽ ഒരു കാർ യൂസ്ഡ് കാർ വിൽപ്പന കേന്ദ്രമായ റോയൽ കാർ സോണിന് വിൽക്കും. റോയൽ കാർ സോണിന് വിൽക്കും. നദീം വരെ ഇതിന്റെ ട്രാൻസാക്ഷൻസിൽ സംശയമില്ല. അത് സ്വാഭാവികമായി ദില്ലിയിൽ നമ്മളൊക്കെ നടത്തുന്നത് പോലെയുള്ള വാഹനത്തിന്റെ കച്ചവടമാണ്. അപ്പോൾ ഗുരുഗ്രാമിലെ മുഹമ്മദ് സൽമാനിൽ നിന്ന് നേരിട്ട് അദ്ദേഹം ദേവേന്ദ്രയ്ക്ക് കൊടുക്കുന്നു. ഓഖ്ല സ്വദേശി ദേവേന്ദ്ര ഈ കാർ ഹരിയാനയിലെ സ്വദേശിയായ നദീമിന് കൊടുക്കുന്നു. നദീം ഈ കാർ ഒരു യൂസ്ഡ് കാർ ഷോറൂമിന് വിൽക്കുന്നു. ഇവിടം വരെയും ഇതിൽ സംശയങ്ങൾ ജനിക്കുന്നില്ല. ഇവിടെ നിന്ന് ഈ റോയൽ കാർ, ഫരീദാബാദിലെ റോയൽ കാർ സോണിൽ നിന്ന് പുൽവാമ സ്വദേശിയായ താരിഖ് ഈ കാർ ഇന്നലെ വാങ്ങുന്നു. രജിസ്ട്രേഷൻ മാറ്റുന്നത് ഇന്നലെയാണ്. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മാത്രം മുമ്പാണ് താരിഖിന്റെ പേരിൽ കാർ രജിസ്റ്റർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്തുകൊണ്ട് ഈ തിടുക്കം കാട്ടി? നമ്പർ 1, അപ്പോൾ താരിഖ് ഈ കാർ വാങ്ങുന്നത് ഫരീദാബാദിൽ നിന്നാണ്. ഫരീദാബാദിലാണ് ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ഉള്ളത് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഈ 3 ഡോക്ടർ സംഘത്തെ പിടികൂടിയ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഫരീദാബാദിലുമായിട്ടുള്ള ഒരു തീവ്രവാദ ശൃംഖലയെ, ഒരു ഭീകരരുടെ ശൃംഖലയെ ഇന്നലെ പോലീസ് തകർത്തിരുന്നു. അന്വേഷണ സംഘം തകർത്തിരുന്നു. അതിന്റെ ഭാഗമായി 3 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ പക്കൽ നിന്ന് IED അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഈ ഡോക്ടർമാരുടെ പക്കൽ നിന്ന് ജമ്മു കാശ്മീർ, ഹരിയാന, ഫരീദാബാദിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് പിടികൂടിയത്. ഇതിൽ 300 കിലോഗ്രാം ഉള്ളത് അമോണിയം നൈട്രേറ്റ് തന്നെയായിരുന്നു. ഇനി ഈ കാർ താരിഖ് ആണ് കൈമാറിയത്. അതിനുശേഷം താരിഖിൽ നിന്നും ഡോക്ടർ ഉമർ മുഹമ്മദിന് ഈ കാർ ഇന്നലെ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പുൽവാമയിൽ നിന്നും ഈ കാർ എന്നാണ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്? ഡൽഹിയിൽ നിന്നും ഈ താരിഖ് ഡോക്ടർ ഉമർ മുഹമ്മദിനെ കൈമാറിയത് എപ്പോഴാണ്? രജിസ്ട്രേഷൻ ഇന്നലെ തിടുക്കപ്പെട്ട് താരിഖിന്റെ പേരിലേക്ക് മാറ്റിയത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നയാൾ ഈ കാറുമായി പോകുന്ന സമയത്താണ്. അതിന് തൊട്ട് മുമ്പാണ്. അതായത് ഫരീദാബാദിലെ റെയ്ഡ് നടത്തി 3 ഡോക്ടർമാരെ അടക്കം പിടികൂടിയ പശ്ചാത്തലത്തിലാണ് തിടുക്കപ്പെട്ട് ഈ റോയൽ കാർ സോണിൽ നിന്ന് കാറ് വാങ്ങിയ താരിഖിന്റെ പേരിലേക്ക് കാർ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നും ഡോക്ടർ ഉമർ മുഹമ്മദ് ഈ കാർ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത്. ഡോക്ടർ ഉമർ മുഹമ്മദ് ആരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കേസിൽ, സ്ഫോടക വസ്തു പിടിച്ചെടുത്ത കേസിൽ അന്വേഷണം നേരിടുന്നയാളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ അറസ്റ്റിലായതോടെ ഡോക്ടർ ഉമർ പരിഭ്രാന്തനായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഫരീദാബാദിൽ നിന്ന് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളിൽപ്പെട്ട പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ കഥാപാത്രമാണ്. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ അറസ്റ്റിലായതോടുകൂടി ഡോക്ടർ ഉമർ മുഹമ്മദ് പരിഭ്രാന്തിയിലായി എന്നും ഡോക്ടർ ഉമർ മുഹമ്മദ് തന്റെ കാറിന്റെ മുൻഭാഗത്ത് അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച് ചെങ്കോട്ടയിലേക്ക് വന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതാണ് പെട്ടെന്നുള്ളൊരു ചാവേർ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് അനുമാനം. കാർ ദില്ലിയിലേക്ക് കടന്നത് ബദർപൂർ അതിർത്തി വഴിയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊരു വിവരം വരുന്നത്, മുഹമ്മദ് സൽമാൻ ഓഖ്ല സ്വദേശി ദേവേന്ദ്രയ്ക്ക് കാർ കൈമാറിയത് 2025-ലാണ്. അതായത് 2025 മാർച്ച് മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യത്തെ കൈമാറ്റം നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ദേവേന്ദ്ര 2025 മാർച്ച്. ദേവേന്ദ്ര ഒക്ടോബർ 29-നാണ് കാർ ആമിറിന് കൈമാറുന്നത്. ഹരിയാന സ്വദേശിയായ നദീമിലേക്ക് കൈമാറുന്നതിന് മുമ്പ് ആമിറിന് കൈമാറുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഈ
ആമിറാണ് ഉമർ മുഹമ്മദിന് കാർ കൈമാറിയതെന്നറിയുന്നു. താരിഖിനും കൈമാറ്റത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ആമിറിനെയും താരിഖിനെയും ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടന്നിരിക്കുന്നത്, അഥവാ ഈ കാർ 2025 മാർച്ച് മാസത്തിൽ മുഹമ്മദ് സൽമാൻ ദേവേന്ദ്രയ്ക്ക് കൊടുക്കുന്നു. ദേവേന്ദ്ര ആമിറിന്, നദീമിന്, അവിടെ നിന്ന് റോയൽ കാർ സോണിലേക്ക്, റോയൽ കാർ സോണിൽ നിന്ന് പുൽവാമ സ്വദേശിയെ താരിഖിലേക്ക്, താരിഖിൽ നിന്ന് ഡോക്ടർ ഉമർ മുഹമ്മദ്, അത് രജിസ്ട്രേഷൻ ഇല്ല, ഉമർ മുഹമ്മദ് കാർ എടുത്ത് നന്ദിർപൂർ അതിർത്തി വഴി ദില്ലിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നലെ നിർണായകമായ അറസ്റ്റും റെയ്ഡും നടന്നതോടുകൂടിയാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് പരിഭ്രാന്തനായി ഈ അമോണിയം നൈട്രേറ്റുമായി ഈ I-20 കാർ ദില്ലിയുടെ തന്ത്രപ്രധാനമായ ചെങ്കോട്ടയ്ക്ക് മുന്നിലേക്ക് ഓടിച്ചു വന്നത് എന്നതാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്.